നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന് നടൻ വിജയ്, തമിഴ് സിനിമയിലൊരു നായക നടനായ വിജയ് ഒരു പാർട്ടി പ്രഖ്യാപിക്കുന്നു. അതിന് ഒരു പേര് അവർ പുറത്തുവിടുകയുണ്ടായി. തമിഴക വെട്രി കഴകം എന്നൊരു പേരിട്ടിരിക്കുന്നു. അവർ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. 2024 നടക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ അവർ മത്സരിക്കുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാടും സിനിമയും രാഷ്ട്രീയവും എല്ലാ കാലത്തും ഒരുപോലെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ MK ത്യാഗരാജ ഭാഗവതർ മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ എല്ലാവരും രാഷ്ട്രീയത്തിൽ പയറ്റിയിട്ടുള്ളവരാണ്. എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനായിട്ടുള്ള ഏക പ്രേരക ശക്തി അല്ലെങ്കിൽ ഒരേ ഒരു ചാലക ശക്തി MGRൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള നിൽപ്പും വിജയവുമാണ്. ഇപ്പോൾ തമിഴിലൊരു നടൻ വന്ന് അത്യാവശ്യം കുറച്ച് വിജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. എത്രയോ നടന്മാർ രാഷ്ട്രീയത്തിൽ, MGRനെ മാറ്റി നിർത്തിയാൽ പിന്നീട് വന്ന ശിവാജി ഗണേശൻ അദ്ദേഹത്തിന് സമകാലീനനായ ശിവാജി ഗണേശൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, കരുണാനിധി ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് നടന്മാരുടെ കാര്യമാണ് പറയുന്നത്. കാർത്തിക്, വിജയകാന്ത്, ശരത് കുമാർ, അങ്ങനെ തുടങ്ങി എത്രയോ നടന്മാർ രാഷ്ട്രീയത്തിൽ വരികയും നടിമാർ രാഷ്ട്രീയത്തിൽ വന്നവരുണ്ട്. ഇവരൊക്കെ മിക്കവരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ വിജയകാന്ത് ഒരു പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വരെ എത്തുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് കമൽഹാസനും രജനീകാന്തും ഒക്കെ രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ചെങ്കിലും കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷേ അദ്ദേഹത്തിന് വലിയ വിജയമുണ്ടായില്ല. രജനീകാന്ത് പിന്നീട് ആരോഗ്യകരമായ കാരണങ്ങളൊക്കെ പറഞ്ഞ് പിന്മാറുകയുണ്ടായി. എന്നാൽ ഈ വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും അതിനെ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ പറയുന്നു അദ്ദേഹം സിനിമാ അഭിനയം നിർത്തുകയാണെന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനി ദളപതി 69 അങ്ങനെയൊക്കെയാണല്ലോ, അതിന് ശേഷം അദ്ദേഹം പുതിയ സിനിമകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴിലൊരു വീഡിയോ കണ്ടു. ഈ അണ്ണാദുരൈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഒരു അഡ്വക്കേറ്റുകളും പിന്നീട് മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. കരുണാനിധി മുഖ്യമന്ത്രിയായി, പക്ഷെ ഒരു തിരക്കഥാകൃത്തുക്കളും, കരുണാനിധി ഒരു തിരക്കഥാകൃത്താണല്ലോ ആയിരുന്നുള്ളത്, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ MGR മുഖ്യമന്ത്രി ആയതിനു ശേഷം വരുന്ന നടന്മാരെല്ലാം രാഷ്ട്രീയം ഒരു പാതയായി സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അതിൽ വീണുപോയവരാണ് കൂടുതലും. കാരണം MGRൻ്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്താണ് മറ്റ് നടന്മാരെ, ഇപ്പോൾ വിജയ് ഉൾപ്പെടെയുള്ള നടന്മാരെയാണ് പറയുന്നത്, അവരെയും MGRനെയും എന്താണ് വ്യത്യസ്തരാക്കുന്നത് എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. MGR ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പാർട്ടി രൂപീകരിച്ച് മുഖ്യമന്ത്രിയായ ആളല്ല. അദ്ദേഹം സിനിമയിൽ വന്ന കാലം വരെ DMKയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം 2 തവണ MLA ആയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മന്ത്രി പദവി ചോദിച്ചതും പ്രകാരമാണ് അദ്ദേഹം കരുണാനിധിയുമായിട്ട്, അദ്ദേഹം MLA ആയിരിക്കെ അദ്ദേഹത്തിന് മന്ത്രി പദവി വേണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിയെ കരുണാനിധി സമ്മതിക്കാതിരിക്കുകയും അതിനുശേഷം അണ്ണാദുരൈ മരിച്ചു പോയപ്പോൾ ആ സമ്മേളനത്തിൽ, അനുശോചന സമ്മേളനത്തിൽ വെച്ച് MGR പ്രസംഗിക്കുകയുണ്ടായി. എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും തങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തണമെന്ന് പറയുകയും അതിൽ പ്രകോപിതനായ കരുണാനിധി അദ്ദേഹത്തെ DMK എന്ന പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. അണ്ണാദുരൈ മരിച്ചതിന് ശേഷം, അണ്ണാദുരൈ ആയിരുന്നല്ലോ DMKയുടെ എല്ലാം. അണ്ണാദുരൈയാണ് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള പാർട്ടി സ്ഥാപിച്ചത്. പിന്നീട് MGRനെ പുറത്താക്കുകയുണ്ടായി. MGRനെ പുറത്താക്കി MGRനെ പോലൊരു അധികായനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം ഇമ്മീഡിയറ്റായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ADMK. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച് മുഖ്യമന്ത്രിയാവുകയാണുണ്ടായി. ഇതിൻ്റെ പുറകിൽ അദ്ദേഹം നടന്നു വന്ന ഒരുപാട് വഴികളുണ്ട്. അദ്ദേഹം പിന്നിട്ട് പോയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛന് സീലോണിലായിരുന്നു ജോലി, ഇന്നത്തെ ശ്രീലങ്കയിലായിരുന്നു ജോലി. അവിടെ നിന്ന് അദ്ദേഹം മരിച്ചു പോയിട്ട് 4ാമത്തെ വയസ്സിൽ അവർ കുംഭകോണത്തേക്ക് വരുന്നു. പിന്നീട് അവർ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നു, നാടകങ്ങളിൽ അഭിനയിക്കുന്നു. പിന്നീട് സിനിമയിൽ വരുന്നു. സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച കുറേ സിനിമകളിൽ അദ്ദേഹത്തിന് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ റോളായിരുന്നു. പിന്നീട് അദ്ദേഹം അഭിനയിച്ചൊരു സിനിമ ഉപേക്ഷിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിനൊരു നായക സ്ഥാനം കിട്ടുന്നു. രാജകുമാരി എന്നായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ ഹിറ്റ്. അത് കരുണാനിധിയാണ് എഴുതിയത്.
അങ്ങനെ 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 അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആകുന്നു. പിന്നെ MGR രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമ വഴി പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ട്. അത് വളരെ തന്മയത്വത്തോടുകൂടി അദ്ദേഹം കൈകാര്യം ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്തുണ്ട്. കാരണം MGRൻ്റെ ഒരു സിനിമയുടെ ക്രാഫ്റ്റ് പോലും തീരുമാനിക്കുന്നത് MGR ആയിരുന്നു. അതായത് ഒരു സീൻ എവിടെ വേണം, ഒരു പാട്ട് എവിടെ വേണം, ഒരു ഫൈറ്റ് എവിടെ വേണം, അദ്ദേഹം എല്ലാമായിരുന്നു. അദ്ദേഹം ഒരു സംവിധായകനും കൂടെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും അദ്ദേഹത്തിന് ക്രിയേറ്റീവായിട്ടുള്ള പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ വിജയമായിട്ടിരുന്നു തോന്നുന്നു. അതായത് ജനങ്ങളുടെ പൾസ് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ്. പക്ഷേ വിജയെ സംബന്ധിച്ച് അങ്ങനെയല്ല. വിജയ് ഒരു എസ് എ ചന്ദ്രശേഖർ എന്ന് പറയുന്നൊരു സംവിധായകൻ്റെ മകനാണ്. ഈ എസ് എ ചന്ദ്രശേഖർ വിജയകാന്തിനെ പോലുള്ള ആളുകളൊക്കെ സൂപ്പർ സ്റ്റാർ ആകുന്നതിൽ എസ് എ ചന്ദ്രശേഖർ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. സട്ടം ഒരു ഇരട്ടറൈ പോലുള്ള സിനിമകൾ വിജയകാന്തിന് സമ്മാനിക്കുകയും വിജയകാന്തിനൊരു ആക്ഷൻ ഹീറോ ആക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതായിരുന്നു. അപ്പം ഈ എസ് എ ചന്ദ്രശേഖർ തൻ്റെ മകനെ സിനിമയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ, ആദ്യ സിനിമ അദ്ദേഹം വിജയ് വെച്ചെടുക്കുന്നത് ഫ്ലോപ്പാകുന്നു. പിന്നീട് വിജയകാന്തിനോട് കൂടെ വിജയ് ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അന്യഭാഷകളിൽ ഹിറ്റായിട്ടുള്ള സിനിമകൾ തമിഴിലെടുത്ത് അവതരിപ്പിക്കുക. അതിപ്പോൾ നോക്കിയാൽ തുള്ളാതെ മനവും തുള്ളുമായാലും, കാതലിക്ക് മര്യാദയാണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും, പ്രിയമാനവളയാണ്, ഇതൊക്കെ അന്യഭാഷകളിൽ ഹിറ്റായ സിനിമകളാണ്. അതായത് ഒരു ഹിറ്റ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു, അത് വിജയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു, അത് ഹിറ്റായി മാറുന്നു. അങ്ങനെ വളരെ വ്യക്തവും കൃത്യവുമായ ഒരു പ്ലാനോടെയാണ് അദ്ദേഹം വിജയെ വളർത്തിക്കൊണ്ട് വരുന്നത്. പിന്നീട് ഈ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു തുപ്പാക്കി പോലുള്ള സിനിമകൾക്ക് ശേഷമാണ്. അതിനു മുമ്പുള്ള വിജയുടെ ഹിറ്റുകളെല്ലാം എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരു റീമേക്ക് നായകനാണ്. മറ്റ് ഭാഷകളിൽ എടുത്തിട്ടുള്ള സിനിമകൾ വരുന്നു. പിന്നീട് തുടർച്ചയായി അദ്ദേഹത്തിന് തുപ്പാക്കിക്ക് ശേഷം അദ്ദേഹത്തിന് വേണ്ടി സ്ക്രിപ്റ്റുകൾ ഉണ്ടാകുന്നു, കൂടുതൽ വിജയങ്ങളുണ്ടാകുന്നു, കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്നു. പിന്നെ ഫ്രണ്ട്സ് എന്ന സിനിമ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഇളയ ദളപതി എന്നൊരു പട്ടം കണ്ടത്. ഈ പട്ടമൊക്കെ ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് ഇവർ തന്നെ ഒരു പട്ടം അടിച്ചിറക്കിയിട്ട് ഈ തമിഴ്നാട്ടിൽ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അത് പുരട്ചി തലൈവൻ, പുരട്ചി തലൈവി, പുരട്ചി കലൈഞ്ചർ, പുരട്ചി ദളപതി, ഇളയ ദളപതി, ചിന്ന ദളപതി, ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് പോലെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവരുടെ ക്രിയേറ്റിംഗ് ടീം ഉണ്ടാക്കുന്നതാണ്. വിജയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ സ്ഫോടനാത്മകമായി സംസാരിക്കുന്ന ആളോ ഒന്നുമല്ല. അദ്ദേഹം എഴുതി കൊടുക്കുന്ന ഡയലോഗ് അതുപോലെ തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോ ലോഞ്ചുകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ സ്ക്രിപ്റ്റഡാണ് ഈ സംഭവങ്ങളൊക്കെ. അദ്ദേഹം വേറെ ആരും എഴുതി വെക്കുന്ന സാധനങ്ങൾ മനപ്പാഠം പഠിച്ചിട്ട് ഛർദ്ദിച്ച് വെക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് ജീവിതാനുഭവങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എത്രമാത്രം ശോഭിക്കുന്നുവെന്ന് നമുക്ക് കണ്ടറിയണം. കാരണം രാഷ്ട്രീയത്തിൽ റീടേക്കുകളില്ലല്ലോ. സിനിമയിൽ നമുക്ക് എത്ര റീടേക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ സിനിമയെ സംബന്ധിച്ച് ഒരു സിനിമ സ്ക്രീനിൽ കാണുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തേതാണ്. ഒരു കഥയുണ്ടാവുന്നു, ഒരു തിരക്കഥയുണ്ടാവുന്നു, ഒരു നിർമ്മാതാവും സംവിധായകനും വരുന്നു, അത് അവരെ കണ്ടുപിടിക്കുന്നു, പിന്നീട് ഗാനങ്ങൾ വരുന്നു. ഒരുപാട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഏറ്റവും അവസാനം സിനിമയിൽ വന്ന് ചെയ്യുന്നവരാണ് നടന്മാർ. അവർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒരു വിജയവും പരാജയവും തീരുമാനിക്കുന്ന സംവിധായകൻ്റെ ക്രാഫ്റ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർ മറ്റു ഭാഷകളിൽ വിജയിച്ചിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വാങ്ങിക്കുന്നു, അത് റീമേക്ക് ചെയ്യുന്നു. അതൊരു ബുദ്ധിപരമായ തീരുമാനമാണ്, എന്നെ പുച്ഛിക്കല്ല, ബുദ്ധിപരമായ തീരുമാനം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കാൻ അത് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ക്രിയേറ്റീവ് ടീമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് മറികടക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ അടിസ്ഥാനപരമായിട്ട് ഈ തമിഴ്നാട്ടിൽ ഉള്ള നടന്മാരെല്ലാം കൂട്ടമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അത് MGR ചെന്ന് തൊട്ട ഒരു ഹൈറ്റാണ്. അത് MGRനേക്കാൾ ഒരു പടി മുകളിലാണ് ജയലളിത. കാരണം വാജ്പേയി പോലുള്ള സർക്കാരിനെയൊക്കെ താഴെ ഇറക്കാൻ ജയലളിതയുടെ ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ MGR അത്രയൊന്നും പോയിട്ടില്ല. പക്ഷേ MGR തമിഴ്നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ ആൾ തന്നെയായിരുന്നു. ആ ഒരു മാതൃക വെച്ചിട്ടാണ് ഈ നടന്മാരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ഈവൻ കമൽഹാസൻ ആണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും ആരാണെങ്കിലും. പിന്നെ വിജയെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകമുള്ളതെന്ന് വെച്ചാൽ വിജയ് ഒരു തമിഴ്നാട്ടുകാരനാണ്, ഒരു തമിഴനാണ് എന്നുള്ളതാണ്. എപ്പോഴും MGR കേട്ടുകൊണ്ടിരുന്നൊരു ആരോപണം അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളതാണ്.
പക്ഷേ MGR ജീവിതകാലം മുഴുവൻ മലയാളത്തെ തള്ളിപ്പറയുകയും, ഞാൻ ആദ്യമായിട്ട് തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ മലയാളം എൻ്റെ ഭാഷയല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യം എഴുതാനും പഠിക്കാനും പഠിച്ച ഭാഷ തമിഴാണ്, പിന്നെ ഞാനൊരു തമിഴനല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്നുള്ളതാണ് MGR അവസാന കാലം വരെ ഉന്നയിച്ചൊരു വാദം. പക്ഷെ വിജയ്ക്ക് അങ്ങനൊരു പ്രശ്നമില്ല, വിജയ് ഒരു തമിഴനാണ്, അതുകൊണ്ട് വിജയ്ക്ക് ആ കാര്യം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. സിനിമ എന്ന് പറയുന്നത് പോലെയല്ല. സിനിമ എപ്പോഴും ഒരു താലത്തിൽ കിട്ടുന്നൊരു സാധനമാണ്. വിജയെപ്പോലുള്ളൊരു നടന് എല്ലാം താലത്തിൽ കിട്ടിയത് തന്നെയാണ്. അദ്ദേഹം ഒരു ചാൻസ് ചോദിച്ചാൽ അലഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാവരും പറയുന്നത് ചെന്നൈയിലെ പൈപ്പ് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാം താലത്തിൽ കിട്ടുകയായിരുന്നു. ഈ രാഷ്ട്രീയ പദവി പോലും അദ്ദേഹത്തിന് അങ്ങനെ കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഒരുപാട് പേര് പറയുന്നു അദ്ദേഹം ഇനിയും അഭിനയിക്കണം, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണണം. വിജയുടെ സിനിമകൾ ഇനി പുതിയ സിനിമകൾ കാണണമെങ്കിൽ പഴയ സിനിമ കണ്ടാൽ മതി, എല്ലാം സെയിം പാറ്റേൺ തന്നെയാണല്ലോ. വിജയ് ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നു, ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു, ഒരു പാട്ടുണ്ടാകുന്നു, വിജയ് രക്ഷിക്കുന്നു, ഇതൊക്കെ തന്നെയല്ല എല്ലാ സിനിമകളിലും. അതുതന്നെ വീണ്ടും കണ്ടാൽ മതി. പുതിയതായിട്ടൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പയറ്റട്ടെ. പിന്നെ അദ്ദേഹം കറക്റ്റ് സമയത്താണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ഒരു രജനീകാന്തൊക്കെ ഒരു സമയത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് വളരെ സമ്മർദ്ദമുണ്ടായിരുന്ന കാലത്ത് രജനീകാന്ത് ഇറങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം കറക്റ്റായിരുന്നു. പക്ഷേ രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരുപാട് മുന്നോട്ട് പോവുകയും പിന്നെ അദ്ദേഹത്തിന് ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരികയും ചെയ്തു. അത് പ്രായം മാത്രമല്ല ഒരു ഘടകം. രജനീകാന്ത് ഒരു മഹാരാഷ്ട്രക്കാരനാണ് എന്നൊരു സംഭവം തമിഴന്മാരുടെ ഇടയിലുണ്ട്. അദ്ദേഹം എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ആ ഒരു സംഭവം അദ്ദേഹത്തിനുണ്ട്. പിന്നെ വലിയ വലിയ ആളുകൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് വളരെ ശോകമായി പോയ സംഭവങ്ങൾ. ഉദാഹരണത്തിന് ഖുഷ്ബു ചിന്നത്തമ്പി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, നന്ദിനി എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര ഹിറ്റാവുകയും ഖുഷ്ബുവിന് വേണ്ടിയിട്ട് ഒരു അമ്പലം കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഖുഷ്ബു ഒരു ചരിത്രത്തെക്കുറിച്ചൊരു പരാമർശം നടത്തി എന്നുള്ള പേരിൽ അത് അവരുടെ കോലത്തിനെ പുറത്ത് ചാണകവെള്ളം തെളിയുകയും ചൂലുകൊണ്ടടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പോകാൻ ഒരു നിമിഷം മതി. ഫാൻസിൻ്റെ ആരവം കണ്ട് വിസിലടിയുടെ ശബ്ദം കേട്ട് അതിൽ മയങ്ങി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്കൊക്കെ പാളിയിട്ടുണ്ട്. വിജയുടെ കാര്യം എനിക്കറിയില്ല, കാരണം വിജയ് ഇച്ചിലൂടെ ഫാൻസ് ബലം കൂടുതലുള്ള ആളാണ്. പക്ഷേ ഒരു തീരുമാനം മതി ഫാൻസ് എല്ലാം ഇല്ലാതെയാകാൻ. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ വിജയത്തിന് എല്ലാ ആശംസകളും. പിന്നെ വേറൊരു കാര്യം, ഇദ്ദേഹം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓൾറെഡി അവർക്കൊരു പാർട്ടിയുണ്ട്, ഇനി കേരള ഘടകങ്ങളുണ്ടാവും ഇതിന്. നമ്മുടെ നാട്ടിലുള്ള വിജയ് ഫാൻസൊക്കെ ഇനി ഞങ്ങളിവിടെ പാർട്ടി രൂപീകരിക്കും, പാർട്ടിയുടെ ഒരു യൂണിറ്റ് ഇവിടെ രൂപീകരിക്കുകയാണെന്ന് പറയുകയും ഇവരൊക്കെ മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ADMK MGR രൂപീകരിച്ച കാലത്ത് കേരളത്തിന് അതിന് ബ്രാഞ്ചുകളുണ്ടായിരുന്നു, DMKക്ക് ബ്രാഞ്ചുകളുണ്ടായിരുന്നു, ADMKക്ക് നമ്മുടെ ജയലളിത ജീവിച്ചിരുന്ന സമയത്ത് പോലും ADMKക്ക് ഇവിടെ ബ്രാഞ്ചുകളുണ്ടായിരുന്നു, മത്സരിച്ചിട്ടുണ്ട്. MGR ഇവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. നമ്മുടെ റോസമ്മ പുന്നൂസിന് വേണ്ടിയിട്ട് MGR പ്രചരണത്തിന് വന്നിട്ടുണ്ട്. കാരണം അവിടെ പക്ഷേ അത് MGR വന്നത് അവർ മത്സരിച്ചത് മൂന്നാറിലാണ്, അവിടെ തമിഴ് വംശജർ കൂടുതലുള്ളത് കൊണ്ടാണ്. MGR ആകെ ഒരു കാര്യത്തിന് കേരളത്തിൽ പ്രചരണത്തിന് വന്നിട്ടുള്ളത് റോസമ്മ പുന്നൂസിനാണ്. തമിഴന്മാർ ഒരുപാടുള്ളത് കൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാൻസ് ഒരു തരത്തിലും വിജയത്തിൻ്റെ ഘടകമല്ല. കാരണം ഫാൻസ് ഉണ്ടാകുന്നത് വിജയിച്ച ഒരാൾക്കാണ്. ഒരാളെ വിജയിപ്പിക്കാൻ ഒരു ഫാൻസും വരില്ല. വിജയിച്ചതിന് ശേഷം വരുന്നതിൻ്റെ പേരാണ് ഫാൻസ്. ആ ഫാൻസിൻ്റെ ഈ കൂവൽ കേട്ട് അല്ലെങ്കിൽ ഫാൻസിൻ്റെ വിസിലടി കേട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിനെല്ലാം കാലം മറുപടി പറയട്ടെ. അദ്ദേഹം മിടുക്കനാണെങ്കിൽ അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവട്ടെ. നന്ദി, നല്ല നമസ്കാരം.